എല്ലാവർക്കും ശില്പ ശ്രീകുമാർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അക്കൂട്ടൻ്റെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂളാണ്. ശ്രീ ശാരദയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നെങ്ങോട്ടാ അക്കൂട്ടൻ പോകുന്നേ? അങ്കണവാടി സ്കൂളിലാ? സ്കൂളിന്റെ പേരെന്തെന്നാ? ആ അതെ, ഇത് പിള്ളേരുടെ യൂണിഫോമാണ്. ഗ്രീൻ കളറ് ഇത് നിക്കറ്, പിന്നെ അതിന്റെ ബെൽറ്റ് ഗ്രേ അല്ല ഗ്രീനാ. പിന്നെ ഇത് ഷർട്ട്. സ്കൂളിന്റെ എംബ്ലം ഉണ്ട് ഇതിന്റെ, കണ്ടോ? ഏ എംബ്ലം ശ്രീ ശാരദ വിദ്യാലയ കാലടി. അപ്പൊ നമുക്കിത് ഇടാം. അപ്പൊ നമുക്ക് ഇടാം, ഉടുപ്പിടാം. അല്ല, മോനെന്തിനാ കരയണത്? അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. മൂത്തവന് ഷർട്ടും നിക്കറൊക്കെ ഇടിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടോ പോകാനാന്ന് മനസ്സിലായിട്ടോ. അത് കാരണം ഇവന് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാണ് അവൻ നല്ല കരച്ചിൽ കരയണത്. ഹലോ, ചെറുതായി പോയാണോ? ഇങ്ങോട്ട് നോക്കട്ടെ നോക്കട്ടെ. നോക്കട്ടെ, ഇങ്ങോട്ട് തിരിഞ്ഞ. പിന്നെ ടൈ ഇല്ല അവിടെ. ഇത് അമ്മ ഈ യൂണിഫോം ഇല്ലേ, ഈ യൂണിഫോം LKGക്ക് മാത്രമേ ഉള്ളൂ. UKG പഠിക്കും വേറെ കളറാ. ഒരു കൊല്ലത്തേക്കാ പറഞ്ഞിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്ക് അമ്മ. LKG പിള്ളേര് ഫസ്റ്റ് പിള്ളേരല്ലേ, അപ്പൊ അവരെ വ്യത്യസ്തമായിട്ട്. മോനിങ്ങോട്ട് തിരിഞ്ഞേ. നോക്കട്ടെ. നോക്കട്ടെ. അപ്പുറത്ത് പോയി നിക്കണേ. ഇങ്ങനെ ഞാൻ ഇത് സ്നാക്സിന്റെ പാത്രമാണ്. ഇതിനകത്ത് സ്നാക്സ് എന്ന് എഴുതി ഒപ്പിച്ച് വെച്ചേക്കുന്നു ഞങ്ങള്. രണ്ടിനും ഏകദേശം ഒരേ വലിപ്പമായതുകൊണ്ട് അങ്ങനെ എഴുതിയത്. ഇത് ലഞ്ച് ബോക്സ്, ഇത് സ്നാക്സ് ബോക്സ്. ഇത് പിള്ളേരുടെ ബാഗാണ് കേട്ടോ. സ്കൂബിയുടെയും ചങ്ങാതിയാണ് ബാഗ്, കിറ്റക്സിന്റെ. പിന്നെ ഒരു ടവല്, പിന്നെ 2-3 മാസ്ക് വേണമെന്ന് പറഞ്ഞു സെപ്പറേറ്റ്. അപ്പോൾ മാസ്ക്. പിന്നെ അതെ പെൻസിൽ ബോക്സ് ഉണ്ട്. ബോക്സിൻ്റെ ബാക്കിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, അഗ്നിവേഷന്. ഇത് ബോക്സ്. ഇതിനകത്ത് ട്രേസർ ഉണ്ട്, പിന്നെ ക്രയോൺസ് ഉണ്ട്, പിന്നെ ഒരു പെൻസിലുണ്ട്. ഇത്രയാണ് ഉള്ളത്. LKG അത് മതിയല്ലോ. അപ്പം നമുക്കത് തിരിച്ച് കയറ്റാം ഇതിനകത്തോട്ട്. തുറക്കണ്ട മോനെ. ഇത് രണ്ട് തുണി വേണമായിരുന്നു. അതേ വാട്ടർ ബോട്ടിൽ വന്നു. ഇത് പിള്ളേരുടെ വാട്ടർ ബോട്ടിൽ, അവെഞ്ചേഴ്സിന്റെ വാട്ടർ ബോട്ടിൽ. ഫുൾ അവെഞ്ചേഴ്സാ. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഇതൊക്കെ കയറ്റി കൊടുക്കാം. മാസ്ക്, കർച്ചീഫ്, ബോക്സ്. ഇത്രയും വെച്ചു. ഞാൻ അടിച്ചു.
ഇത് അടയ്ക്കണം അമ്മ. ഇനി ഇത് തുറന്നമ്മ. ഇതിനകത്തോടെ നമുക്ക് ലഞ്ച് ബോക്സ് ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പം അത് ഒപ്പിച്ചു. ഇനി ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല വെച്ചാൽ പുസ്തകം അധികം ഇല്ല കേട്ടോ. ഇത് കണ്ടോ, സ്റ്റോറിയുടെ ബുക്കാണെന്ന് പറഞ്ഞു. 2 ബുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 ബുക്കാണ്. പിന്നെ നമ്മുടെ ഒരു സ്ലേറ്റ് ഉണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഡ്രസ്സ് വെക്കണമെന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സാണ് ഇപ്പം ഈ കവറിനകത്ത്. അപ്പം ഇത്രയാണ് നമ്മുടെ അക്കൂട്ടൻ്റെ ഫസ്റ്റ് ഡേ സ്കൂൾ. ഇങ്ങനെ വെച്ചിട്ടാണോ നോക്കുന്നത്? തിരിച്ചു വെച്ചേ. ആ അതാണ്. ഇതാരത്? അപ്പൊ നമുക്കിത് എടുത്തു വെക്കാട്ടാ. അത് കഴിഞ്ഞിട്ട് ഇതേ അമ്മ പൗഡറൊക്കെ ഇടിക്കണ്ട. അവന് പൗഡർ ഇടുന്നതൊന്നും ഇഷ്ടമല്ല. പൗഡർ ഇട്ടിട്ട് പിന്നെ ചന്ദനം തൊടണമെന്ന് പറഞ്ഞപ്പോൾ ചന്ദനം തൊടാൻ പാടില്ല സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞിരിക്കുക. പക്ഷെ ഇത് കംപ്ലീറ്റ് ഫുള്ള് എന്താ പറയുക ഒരു ഇതായിട്ടുള്ള സ്കൂളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോൺ വെജ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. പ്യുവർ വെജിറ്റേറിയൻ ആണ് സ്കൂൾ. അപ്പോൾ അത് കണ്ടിട്ട് ഇദ്ദേഹം ഇതുപോലെ തന്നെ അംഗനവാടിയിൽ കൊണ്ടുപോകണ ബാഗും പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ചപ്പലൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ എടുത്തിട്ടിട്ട് ആണ് ജഗ ജില്ലയായിട്ടിരിക്കുക അവനിപ്പോൾ വിടാൻ വേണ്ടിയിട്ട്. ഇനി മഴ മാറി കഴിയുമ്പോൾ നമുക്ക് ഷൂ ഇട്ടുകൊണ്ട് പോവാട്ടാ. ഷൂവും മഞ്ഞ സോക്സും ഉണ്ട്, മഞ്ഞയും പച്ചയും. അതൊക്കെ ഇട്ടിട്ട് ചെത്തി പോവാം. ഇപ്പൊ എങ്ങോട്ടാ പോണേ? ആ അങ്ങോട്ട് റെഡി ആയില്ലേ? ഇനി ഷൂ എടുത്തോണ്ട് വന്നേക്കണോ? പിടിച്ചൊന്നുകൂടി. നന്നായി പഠിച്ച് വളർന്ന് നല്ല ജോലിക്ക് നല്ല മിടുക്കനാവട്ടെ കേട്ടാ. ഫോട്ടോ എടുത്തോ. ഫോട്ടോ പിന്നെ എടുക്കാം. ഫോട്ടോ എടുക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം. ആ അമ്മമ്മയുടെ അതായത് ബാക്കില് ബാക്ക്ഗ്രൗണ്ടിന് അക്കൂട്ടൻ മാറി കാലോട്ട് എനിക്കൊക്കെ മേടിക്കേ. പിള്ളേർക്ക് വേണ്ടിട്ടല്ലേ ഈ പണ്ണിന്റെ കൂടെ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഫൈനലി അക്കൂട്ടൻ റെഡി ആയിരിക്കുകയാണ് സ്കൂളിൽ പോകാനായിട്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ. നേരമില്ലാത്ത കാരണം മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ പിടിച്ചിട്ടെടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവന് ഞാൻ വാട്ടർ ബോട്ടിലൊക്കെ ഇട്ട് കൊടുത്തു. അത് അവൻ്റെ ഒപ്പം തന്നെ പോകാൻ റെഡി ആയിട്ടാണ് കുഞ്ഞാവേ നിൽക്കണത് കേട്ടോ. അപ്പം ഇപ്പം സ്കൂൾ ബസ് വരുമ്പോൾ കയറി പോകുന്നതാണ് അവൻ്റെ വിചാരം. പിന്നെ പോണവരെ ഇങ്ങനെ തന്നെയായിരുന്നു. പോയി കഴിഞ്ഞിട്ട് അവൻ നല്ല കരച്ചിലായിരുന്നു. ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ അനിയൻ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ഇതാണ് അക്കൂട്ടൻ്റെ ഫൈനൽ സ്കൂൾ വേഷം. അക്കൂട്ടൻ്റെ ഒപ്പം പോവാനായിട്ട് കുഞ്ഞാവെ യാത്ര ചെയ്യിക്കൊണ്ട് ഇത് വാട്ടർ ബോട്ടിൽ നോക്കട്ടെ. ആ സുന്ദരനായി. അതെ, അച്ചാച്ചനെ മിസ് ചെയ്യണു അല്ലേ? അച്ചാച്ചൻ്റെ അനുഗ്രഹം ഉണ്ട് കേട്ടോ മോനെ എപ്പോഴും. ഏതച്ചാച്ചനാ? അമ്മയുടെ അച്ഛൻ. ഇങ്ങോട്ട് തിരിഞ്ഞേ. അംഗനവാടി കൊണ്ടാണ് അച്ചാച്ചൻ. അവനറിയാം, വെറുതെ ചോദിക്കണതാ.
നോക്കട്ടെ കുഞ്ഞാവിനെ വാ. ഹായ് ഹായ് പറഞ്ഞേ. ആ ഹായ് പറഞ്ഞേ. ആ ഇനി വേണോ മാമയുടെ അനുഗ്രഹം മേടിക്കേ? അത് കുഴപ്പമില്ല. ചിറ്റ നല്ലതാ വീഡിയോയില്. അനുഗ്രഹം കാല് തൊട്ട് അനുഗ്രഹം മേടിക്കോ? അക്കോ കാല് തൊട്. അമ്മാമ്മയുടെ കാല് തൊട്. തൊട്ടോ? അവന് മടി. ഉണ്ട്, ബാഗിലുണ്ട് എക്സ്ട്രാ. ദേ വേണ്ട ചുപ്പാണ്ടി. എന്നെ ഒന്നും എടുക്കണില്ല, ആരും മൈൻഡ് ചെയ്യണില്ലല്ലോ. ഇടയ്ക്ക് ചിരിച്ച ഇവനിപ്പോ ചാടിയ ബസ്സിൽ കയറും. ഇങ്ങടേക്ക് ഇത് തലക്കിട്ട് കൊട്ടണ. ഓ തേനീച്ച വന്നോണ്ട് തലക്കിട്ട് കൊട്ടിട്ട്. ഇനി മതി, അധികം അടിക്കണ്ട. അങ്ങനെ ഫൈനലി അക്കൂട്ടൻ്റെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. സ്കൂളിൽ നിന്ന് അവരെ വളരെ ഭംഗിയായിട്ട് തന്നെ അവരെ ഇറക്കി. അതോടൊപ്പം അവിടെ എല്ലാവരും ഒരുമിച്ച് നിർത്തി പിന്നെ അതാത് ക്ലാസ്സിലേക്ക് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പുറകെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഡേ അല്ലേ. മോന് സ്കൂൾ ബസ്സിലും ഹസ്ബൻഡ് അല്ലാതെയും പോയി. കാരണം എന്ന് വെച്ചാൽ അവന് പിന്നെയും പോകാനുള്ളതാണല്ലോ. നമ്മൾ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവന് ആ പരിചയം കിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവന് പോകാം. സ്കൂൾ ബസ്സിൽ കയറാനൊന്നും മടി ഉണ്ടായില്ല. തുടക്കത്തിൽ കുറച്ച് എണീക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ഇതാണ് അവൻ്റെ സ്കൂള്. അപ്പോൾ അങ്ങനെ അവൻ സ്കൂളിലേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം അവനുണ്ടായിരിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. അതോടൊപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.